السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. يا ربي إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فمن الذي يرجو ويدعو المجرم ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم أني مسلم. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പവിത്രമായ ഈ മാസത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമലുകൾ മുഴുവനും എന്തു തന്നെ ന്യൂനതകളുള്ളവയാണെങ്കിലും എല്ലാം പുറത്തു മാപ്പ് നൽകിക്കൊണ്ട് നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമകാരുണികനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, പറയുന്ന വാക്കുകളും പ്രവൃത്തിയും ആത്മാർത്ഥതയോടുകൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാക്കുകളൊന്നും പ്രവൃത്തി മറ്റൊന്നുമായി കൊണ്ട് നടക്കുന്ന കപടവിശ്വാസികളുടെ എല്ലാവിധത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ പകുതിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നാളുകളാണ് ഓരോ റമളാനിൻ്റെ രാപ്പകലുകളും. പ്രയാസങ്ങളില്ലാത്തതുകൊണ്ടല്ല, ക്ഷീണമില്ലാത്തതുകൊണ്ടല്ല, ബുദ്ധിമുട്ടുകളില്ലാത്തതുകൊണ്ടല്ല,
എന്നാലും അവന് വലിയ സന്തോഷമാണ്, മനസ്സിന് വലിയ ആനന്ദമാണ്, പറഞ്ഞറിയിക്കാനാവാത്തൊരു സമാധാനമാണ്. കാരണം റബ്ബ് അവനോട് അത്രമാത്രം വലിയ ഓഫറുകൾ നൽകിയ മാസമാണ്. എത്ര തന്നെ കൊടും പാപികളാണെങ്കിലും ആത്മാർത്ഥമായി അവനിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരെ അവന് ഏറെ ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, നിശ്ചയമായും അല്ലാഹു ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിക്കുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ മനസ്സിൽ ഈ റമളാൻ കഴിയുന്നതിൻ്റെ മുമ്പ് ശുദ്ധീകരിക്കപ്പെട്ടവരായി അല്ലാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലീങ്ങളായി സ്വീകരിക്കപ്പെട്ടവരായി മാറും എന്ന ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് അവരുടെ സന്തോഷത്തിന് എന്നും കാരണമായി നിലനിൽക്കുന്നത്. പക്ഷേ അതിന് നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രമം വേണം. അല്ലാഹു അവൻ അറിയിക്കേണ്ടുന്ന സന്തോഷ വാർത്തയും ഓഫറുമൊക്കെ നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി നമ്മുടെ ഭാഗത്തു നിന്നാണ് ആ ഓഫർ സ്വീകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. ഓഫറുകൾ ഒരുപാട് ചൊരിയപ്പെട്ടുവെങ്കിലും ആരും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ആർക്ക് ഉപകാരം കിട്ടാനാണ്? അതുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ വിശുദ്ധ മാസത്തിൽ റബ്ബിലേക്കുള്ള കൃത്യമായ തിരിച്ചുപോക്കിനെ സംബന്ധിച്ചാണ് ഒരൽപ്പം നമ്മൾ മനസ്സിരുത്തേണ്ടത്. തിരിച്ചുപോക്ക് എന്ന പ്രയോഗം തന്നെ നമുക്ക് അറിയിച്ചു തരുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്ന് വിട്ടവനാണ് തിരിച്ചു പോവുക എന്ന് പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി അവന്റെ മഹത്തുക്കളിലൂടെ നിശ്ചയിച്ചു തന്ന ഒരു നേർപാതയുണ്ട്. ആ നേർപാതയാണ് സിറാത്തുൽ മുസ്തഖീം. അത് നേടുവാനാണ് നാം എല്ലാവരും, ആ പാത നിലനിർത്തിക്കിട്ടാനാണ് നിർബന്ധമായും 17 തവണയും അല്ലാത്ത സന്ദർഭങ്ങളിൽ വേറെയും ഘട്ടങ്ങളിലൂടെ അല്ലാഹുവിനോട് നിരന്തരം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന തേട്ടത്തിലൂടെ തേടിക്കൊണ്ടിരിക്കുന്നു. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാനുള്ള അവസരമാണിത് എന്നർത്ഥം. ഈ ലോകത്തേക്ക് ഒന്നാമത്തെ മനുഷ്യൻ വന്നപ്പോൾ ആദമും ഹവ്വയും ഈ ലോകത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നേരിന്റെ പാത. ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗ ദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫമൻ തബിഅ ഹുദായ, എന്റെ നേർമാർഗത്തെ ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹുവിന്റെ ഹുദ, ആ ഹുദയെ, മാർഗദർശനത്തെ, സത്യസരണിയെ ആര് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നുവോ അവൻ നേരിന്റെ പാതയിലാണ്. എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്ത മറ്റൊരു ശക്തിയുണ്ട്. നേർപാതയിലൂടെ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ ആവുന്നത്ര തടയാൻ ഞാൻ ശ്രമിക്കുന്നതാണെന്ന് പ്രതിജ്ഞയെടുത്തു പോന്ന പിശാച്. ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും, ഇബ്ലീസ് പറഞ്ഞതാണ്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم فلا تجد أكثرهم شاكرين, ഞാൻ അവരുടെ മുമ്പിലൂടെയും പിറകിലൂടെയും വലതുവശത്തിലൂടെയും ഇടതുവശത്തിലൂടെയും ഒക്കെ ആവുന്നത്ര ശ്രമങ്ങൾ നടത്തിയിട്ട് നിന്റെ നേരിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയി ശാക്കിരീങ്ങളായി, കൂറുകാണിക്കുന്നവരായി, നിന്നോട് നന്ദി കാണിക്കുന്നവരായി ജീവിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അവരെയൊക്കെ അതിൽ നിന്ന് തടയാൻ വേണ്ട ശ്രമങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പിശാചും അതേ കാലത്ത് അല്ലാഹുവിങ്കിൽ നിന്ന് നേടിയെടുത്തവന്റെ അവകാശമാണ്. അത് അന്ത്യനാൾ വരെ തുടരും. അന്ത്യനാൾ വരെ അവനതിനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. അപ്പൊ ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടം
നേരും നെറികേടും തമ്മിലുള്ള പോരാട്ടം, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ നേരായ ദിശയിൽ പിടിച്ചു നിൽക്കാൻ വലിയ ത്യാഗം ആവശ്യമാണ്. പിഴച്ചുപോകാൻ ത്യാഗം ആവശ്യമില്ല. ചീത്തയാവാൻ പ്രയാസം സഹിക്കേണ്ട കാര്യമില്ല. എനിക്കോ നിങ്ങൾക്കോ തെമ്മാടിയാകണമെങ്കിൽ, മോശപ്പെട്ടവനാകണമെങ്കിൽ അധ്വാനിക്കേണ്ടതില്ല, പെട്ടെന്നതാവും. പക്ഷേ നല്ലവനാകണമെങ്കിൽ, മുത്തഖിയായി മാറണമെങ്കിൽ വളരെയേറെ ത്യാഗം സഹിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്. ഹിഫത്തിൽ ജന്നത്തു, സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വർഗം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിശ്ശഹവാത്തി, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ തോന്യാസങ്ങളും. ഹിഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, അങ്ങനെയാണ് പറഞ്ഞത്. ഹിഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, മനുഷ്യന് പ്രയാസമുള്ള കാര്യങ്ങളിലൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കേണ്ടത്. അപ്പൊ സ്വർഗത്തിലെത്താനും നന്നാകാനും ഒക്കെ ഒരുപാട് ത്യാഗം സഹിക്കണം. വഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്തി, അങ്ങനെയാണ് റിപ്പോർട്ടിലുള്ളത്. നരകം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, മൂടപ്പെട്ടിരിക്കുന്നത്, തോന്നിയതുപോലെ അങ്ങ് ജീവിച്ചാൽ പെട്ടെന്ന് നരകത്തിലെത്തും. അപ്പൊ നരകത്തിലെത്താൻ പണിയെടുക്കേണ്ടതില്ല, അധ്വാനം വേണ്ടതില്ല. സ്വർഗത്തിലെത്തണമെങ്കിലോ ധാരാളം അധ്വാനിക്കണം, നല്ല ത്യാഗം സഹിക്കണം, നല്ല പ്രയാസമാണ്. ഇത് അല്ലാഹു നിശ്ചയിച്ച ഒരു രീതിശാസ്ത്രമാണ്. ഈ നിലക്ക് യഥാർത്ഥമായ പാതയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോ അങ്ങനെ തന്നെ ആ നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ എല്ലാ ആളുകളെ കൊണ്ടും കഴിയില്ല. കാരണം മനുഷ്യ പ്രകൃതം അങ്ങനെയാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. മലക്കുകൾക്ക് അബദ്ധം സംഭവിക്കുന്ന പ്രകൃതമില്ലാത്തത് കൊണ്ട് അവർക്കൊരു തിരിച്ചുവരവിന്റെ ആവശ്യമില്ല. അവരെപ്പോഴും നേരായ റൂട്ടിൽ തന്നെയായിരിക്കും. മനുഷ്യനങ്ങനെയല്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുള്ള അമ്പിയാക്കളല്ലാത്ത എല്ലാ മനുഷ്യരും കുല്ലു ബിനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരും പിഴവുകൾ സംഭവിക്കുന്നവരാണ്. കുറ്റങ്ങളില്ലാത്ത, കുറവുകളില്ലാത്ത മനുഷ്യരില്ല. കുറ്റങ്ങളും കുറവുകളുമൊക്കെ സംഭവിച്ചവരോട് അള്ളാഹു, നിങ്ങൾ എന്റെ റൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരല്ലേ, അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു തിരിച്ചുവരവിന് ചാൻസ് ഇല്ല, മടക്കമില്ല എന്ന് പറഞ്ഞ് പടിയടച്ച് കൊട്ടിയടച്ചിട്ടില്ല, ആ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല. പോയവരോടല്ല പറയുന്നു, മടങ്ങിക്കോളൂ, തിരിച്ചു വന്നോളൂ, ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. തിരിച്ചു വന്നോളൂ, ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. എല്ലാ രാത്രിയിലും ഈ വിളംബരം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഓർക്കാതെ പോകുന്ന, അശ്രദ്ധമായി പോകുന്ന സമയങ്ങളിൽ ഈ വിളംബരം പരമകാരുണ്യവാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഈ വിളംബരം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ്സമാഇ ദുനിയാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അത് റമളാനിൽ മാത്രമുള്ളതല്ല, എല്ലാ രാത്രിയിലും രാവേറെ ചെല്ലുമ്പോൾ രാവിന്റെ അവസാന സമയങ്ങളിൽ അല്ലാഹു അവന് യോജിക്കുന്ന നിലക്ക് നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുകയായി. എന്നിട്ടവൻ ചോദിക്കുന്നു, ഫഹൽ മിൻ സായിലിൻ, എന്നോട് ചോദിക്കുന്നവരുണ്ടോ? എന്നോട് ചോദിക്കാൻ ആളുകളുണ്ടോ? ഞാൻ അവർക്ക് നൽകാമല്ലോ. ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പുറത്തു തരണേ അല്ലാ എന്ന് എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ആളുകളുണ്ടോ? ഞാൻ അവന് പുറത്തു കൊടുക്കാമല്ലോ. ഫഹൽ മിൻ തായിബിൻ, എന്നോട് ഖേദിച്ചു മടങ്ങാൻ ആളുകളുണ്ടോ? തൗബ ചെയ്തുകൊണ്ട് എന്നിലേക്ക് മടങ്ങി വരാൻ ആളുകളുണ്ടോ? ഞാൻ അവന്റെ മടക്കം സ്വീകരിക്കാമല്ലോ, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാമല്ലോ. ഇതീ ലോകത്ത് നമ്മളൊക്കെ അശ്രദ്ധയിൽ കഴിയുന്ന സമയത്ത് ഈ ലോകത്ത് നടക്കുന്ന വിളംബരമാണ്. പക്ഷേ നമുക്ക് റമദാൻ ആകുമ്പോഴുള്ള ഒരു വലിയ അനുകൂല സാഹചര്യം